ഇങ്ങനെ നടക്കണം. തന്നെ നല്ല രസമുണ്ട് ഇവിടെ, കൽവഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ആൾക്കാരൊക്കെ ഇടയ്ക്കുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ ദൂതുകോഷി നദി അങ്ങ് ബാക്കിൽ കാണാം. ഈ പാറയിലെല്ലാം ഇങ്ങനെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കല്ലൊക്കെ ചറുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കൽപ്പടകുകൾ ഇങ്ങനെ താഴോട്ടുണ്ട്. ഈ വഴി നല്ല രസമാണ്. ഇനി കുറച്ച് നദിയുടെ സൈഡിൽ കൂടെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ താഴോട്ടുണ്ട്. നടന്ന് നദിയുടെ അടുത്തോട്ട് എത്താറായി. ഇങ്ങനെ ആ വഴി നടക്കാണ്ട് ആ നീല ഷീറ്റ് കാണുന്ന എല്ലാം നമ്മൾ നടക്കേണ്ടതാണ് സ്ഥലങ്ങളാണ്. ഇവിടെ എന്തോക്കെ ചെറുതായിട്ട് നട്ടിട്ടുണ്ട്. പച്ച കളറിൽ കാണാം. ഉള്ളിയാണെന്നാണ് തോന്നുന്നത്. വിറവൊക്കെ നന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വിറവൊക്കെ അടുക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. അവരെല്ലാം ഈ കുട്ട നിറച്ച ലോഡ് എടുക്കും സാധാരണ ഒരു വീട്ടിലെ ആൾക്കാർ. അങ്ങ് ദൂരെ മണ്ണിടിഞ്ഞ് വന്നതൊക്കെ കാണാം. മഴയത്ത് മല ഇടിഞ്ഞ് പോകുന്നതാണ്. താഴെ നദിയുടെ സൗണ്ട്
നന്നായിട്ട് കേൾക്കാം. ദൂത് കോഷി നദി നമ്മളെ തൊട്ടടുത്തൂടെയാണിപ്പോൾ. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനിയും ഈ കൽപ്പടവുകളാണ്. ആരെയും കാണാനൊന്നുമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം, ആ മല മൊത്തത്തിൽ ഇടിഞ്ഞ് പോയിക്കുന്നത് മൊത്തം നദിയിലോട്ടാണ് വന്നിട്ടുള്ളത്. മല ഇടിഞ്ഞ് നമുക്കവിടെ ഒരു തൂക്കുപാലം കാണുന്നുണ്ട്. അതെ, നമ്മൾ കയറി ഇനി അപ്പുറത്തെ സൈഡിൽ പോകണം. നമ്മൾ ഇതുവരെ കയറിയതുപോലെയല്ല, കുറച്ച് വലുതാണെന്ന് തോന്നണത്. കാലൊക്കെ ഇടറി പോണ് ഇവിടെ. ഇതെല്ലാം ഗസ്റ്റ് ഹൗസുകളാണ്. നമ്മൾ നടന്ന് കിടന്ന് മലയുടെ താഴെയായി. അവിടെയും കയറി ആരോ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ബുദ്ധൻ്റെ. പണികളൊക്കെ നന്നായിട്ട് നടക്കുകയാണ്. ചരടൊക്കെ പിടിച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. നമ്മളെ വഴി മുകളിലോട്ടാണ്. അവരിങ്ങനെ കല്ല് പാവിയ വഴിയൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെയൊക്കെ എല്ലായിടവും വെള്ളം എത്തിച്ചിട്ടുണ്ട് അവർ. പെട്ടെന്ന് തീപിടുത്തം അതുപോലെയുള്ള ആവശ്യങ്ങൾ വന്നാൽ എടുക്കാൻ വേണ്ടിയായിരിക്കാം. ഹലോ, ഈ പാലം കയറിയല്ല നമുക്ക് പോകാനുള്ളത്. അതിൻ്റെ അപ്പുറത്തൊരു പാലമുണ്ട്. ഇത് കയറിപ്പോയിരുന്നെങ്കിൽ തെറ്റി വേറെ വല്ലയിടം പോയേനായിരുന്നു. നദി ഇങ്ങനെ പതഞ്ഞ് റെഡിയായി വരുന്നുണ്ട്. ഒരാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പാലത്തിൽ കൂടെ വെറുതെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രണ്ടുപേർ നടന്നിങ്ങനെ വരുന്നുണ്ട്. ഫർത്തിക് എന്ന് പറയുന്ന വില്ലേജിലോട്ട് എത്താറായി. ആൾക്കാരൊക്കെ ലുക്ലൈനിലോട്ട് പോകുന്ന തിരക്കും ഒക്കെയാണ്. ഇതവിടെ ഒരു പൈപ്പൊക്കെ കിടപ്പുണ്ട്. ഏകദേശം മണി 4 ആവാറായി. ഇന്നിവിടെ എവിടെയെങ്കിലും കൂടണം. ഇനി അങ്ങോട്ട് താമസിക്കുന്നവരും തണുപ്പ് കൂടും.
ഒരു പാവം പിടിച്ച പട്ടിക്കുട്ടി. വയറെല്ലാം ഉണങ്ങി ഇരിക്കുകയാണ്. ഇതെല്ലാം ഹോട്ടലുകളാണ്. ഇവിടെ ഒരു കട, ഒരുപാട് സാധനങ്ങൾ. നമസ്തേ നമസ്തേ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ള ഒരു കട. സീസൺ സമയത്തൊക്കെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും. നമ്മളെ നാട്ടിലേക്ക് പോലെ ഒരു ചെറിയ ചായക്കട. വളരെ പഴക്കം ചെന്നൊരു തടി കൊണ്ടുള്ള വീട് അതായിരിപ്പുണ്ട്. അതിൻ്റെ അടിഭാഗത്തും വലിയ ഉരുളൻ തടിയാണ് ഇട്ടിട്ടുള്ളത്. വീട് ഉരുണ്ടു പോകാതിരുന്നാൽ കൊള്ളാം. കണ്ടോ, വലിയ ഉരുളൻ തടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും കൊതിപ്പിക്കുന്ന തരത്തിൽ കേക്കും ജ്യൂസും ചോക്ലേറ്റും പിസ്സയും ഡോളോട്ടും എല്ലാം കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണ് കൊണ്ടുള്ള വീടുമുണ്ട്. ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. നമസ്തേ. നമുക്കും ഇവിടെ എവിടെയെങ്കിലും കൂടണം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കുകയാണ്. ഇതെല്ലാം ഹോട്ടലുകൾ രണ്ടും ഇതൊക്കെ ഇട്ട് അടച്ച് ഇട്ടിരിക്കുകയാണ്. രണ്ട് പൂട്ടൊക്കെ ഇട്ട് പൂട്ടി കെട്ടിയിട്ട് അവർ പോയിക്കുക നാട്ടിൽ. ഇവിടെ കുറച്ച് കടകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ടെല്ലാം അടച്ചതായിരിക്കും. ഇവിടെ കുറേ ഗ്യാസ് കുറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ വലിയൊരു പലചരക്ക് കട തന്നെ ഉണ്ട്. നമ്മൾ നാട്ടിൽ കാണും പോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ത്രാസും ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ആയിട്ട് ചാക്കിൽ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു വലിയ കട തന്നെ ഉണ്ട്. എൻ്റെ അടുത്തൊരു ചെറിയൊരു കടയുണ്ട്.
ഇവിടെ ഒരു കുറേ സാധനങ്ങളൊക്കെ ഉള്ള കടയുണ്ട്. നമ്മളെ കുതിരയ്ക്ക് കൊണ്ടുപോകണം, കഴുതയ്ക്ക് ഇങ്ങനെ വെച്ചിടുന്നത് ഒരു ചെറിയതായ കടയാണ്. നമുക്കിങ്ങനെ മുകളിലോട്ട് നടക്കണം. ഇനി അപ്പോൾ അതാ കാണുന്നതാണ് ഫർത്തി ഗ്രാമം. അപ്പോൾ അതെല്ലാം പിന്നിട്ട് നമ്മൾ കുറേ മുകളിൽ നടന്നു. ദൂദ്ഘോഷി നദി കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം നമുക്ക്. വളരെ ഭംഗിയായിട്ട് ദൂദ്ഘോഷി നദി അങ്ങ് മലയിൽ നിന്ന് താഴോട്ട് വരെയാണ്. ഈ വഴി ഇങ്ങനെ നടന്ന് നമ്മൾ അങ്ങ് പോകണം. ആ നദിയെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ വഴി ഇങ്ങനെ ഓടി ഭക്തി ഗ്രാമത്തിലൊരു റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഈ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി റൂം എടുക്കാമെന്ന് വെച്ചു. മണി 4 ആയതേ ഉള്ളൂ. ഒരു 5 മണിക്കകത്ത് എടുത്താൽ മതി. ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ തണുപ്പ് വന്ന് തുടങ്ങിയില്ല. എന്തായാലും ഒരു അരമണിക്കൂർ നടന്ന് അപ്പുറത്തെത്തും. ഇവിടെയൊക്കെ ഇങ്ങനെ കയ്യൊരി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ വിദേശ ടൂറിസ്റ്റുകളൊക്കെ നടന്ന് വരുന്നുണ്ട്. അവരിവിടെ എവിടെയെങ്കിലും റൂമിൽ താമസിച്ചിട്ട് വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതായിരിക്കും. അതിൻ്റെ മണ്ടയ്ക്ക് തേനീച്ചയൊക്കെ കൂടുകൂട്ടി ഇരിപ്പുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 3ാമത്തെ തൂക്കുപാലം എത്താറായി. 3ാമത്തെ തൂക്കുപാലമാണ്. അവിടുന്ന് 2 പേരിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവർ പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇതാ ദൂദ്ഘോഷി നദിയുടെ നടുക്കായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പാലം കിടന്ന് ആടുന്നുണ്ട്. ചുമ്മാ അല്ല ആടുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ നടന്ന് വരെയാണ്. നദി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല തണുത്ത ഐസ് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. ആ മലയുടെ മുകളിലൊരു ടിബറ്റൻ്റെ ക്ഷേത്രമുണ്ട്, ബുദ്ധക്ഷേത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും 2-3 ആൾക്കാരൊക്കെ നടന്ന് പാലത്തിൽ വന്നപ്പോൾ ആൾക്കാരിവിടെ പാലത്തിലുണ്ടായിരുന്നപ്പോൾ നടക്കാൻ പേടിയില്ല. നേരത്തെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ പേടിയായിരുന്നു. അപ്പോൾ ബാക്കിലും 2 പേരുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ധൈര്യമായിട്ട് നടക്കാം. പാലം നന്നായിട്ട് ആടുന്നുണ്ട്.
നമ്മൾ മൂന്നാമത്തെ പാലമാണ്. ഇതായിരുന്നു നമ്മൾ വന്നതിൽ ഏറ്റവും വലിയ പാലം. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മളിഞ്ഞ് കയറി. രണ്ടുപേരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പതിയെ വരെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നെല്ലാണോ എന്നറിയില്ല, നെല്ലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പാവിയിട്ടുണ്ട്. ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളല്ലോ അവിടെ നിന്നാണ് നടന്നു വന്നത്. കുറച്ചുകൂടെ മുകളിലോട്ടൊക്കെ പോയിട്ട് റൂം നോക്കാം. ഇതാണ് കറക്കിയിട്ട് പോകാനുള്ളത്. പോകുമ്പോൾ ഇവിടെ എല്ലാം രണ്ട് സൈഡും റൂമും കാര്യങ്ങളൊക്കെയാണ്. ആ മലയുടെ സൈഡിൽ കൂടെയൊക്കെ ഇടയ്ക്ക് നടന്നു വന്നു. മൊണാസ്ട്രിയിലോട്ട് ഈ വഴിയാണ് പോകാനുള്ളത്. അങ്ങ് മുകളിലാണ്. നമുക്ക് ഈ വഴിയാണ് നടന്നു പോവേണ്ടത്. നടന്നു വന്ന വഴിയും തൂക്കുപാലമൊക്കെ അവിടെയാണ്. അതാ അവിടെ നിന്നാണ് നടന്നു വന്നത്. അവിടെ നിന്ന് ഈ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇതിലൂടെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇതാ ഇവിടെ എത്തി. ഇവിടെയൊക്കെ അടച്ചിട്ടിക്കുക. ഇവിടെയും മനുഷ്യനെ കൊതിപ്പിക്കുന്ന ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി ഫോട്ടോ വെച്ചിട്ടുണ്ട്. എല്ലാം അടച്ചിട്ടിക്കുക. അത് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുപോകണം ചേട്ടൻ. ഉച്ച മുതലേ നമ്മളെ ഫ്രണ്ടിൽ, നമസ്തേ, ഉച്ച മുതലേ നമ്മളെ ഫ്രണ്ടിൽ നിന്നുണ്ട്. ഓരോ സ്ഥലത്ത് സാധനങ്ങൾ കൊടുത്തൊക്കെ അങ്ങേര് നടക്കുകയാണ് ഇങ്ങനെ. വയസ്സായ മുത്തശ്ശിയും പേരക്കുട്ടിയും അങ്ങനെ നിൽപ്പുണ്ട് ഇവിടെ. തണുത്ത് വിറച്ച്
2 പട്ടികളും. കണ്ടോ, ഇവിടെയും വെള്ള സൗകര്യം പൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് കിടക്കണം. ഒരു കുട്ടി വീട്ടിൻ്റെ ചുവരൊക്കെ എഴുതി വൃത്തിയേടാക്കുകയാണ്. ഇപ്പം ദൂതകോഷി നദി നമ്മളെ വലത് സൈഡിലായി. താഴെ കൊക്കയാ, ഇടിഞ്ഞു പോവാതെ എന്നാൽ കൊള്ളാം. അപ്പോൾ ഇവിടെയും വലിയ ലോഡ്ജും ഹോട്ടലൊക്കെ ഉണ്ട്. അങ്ങ് പോയി നമുക്ക് റൂം എടുക്കണം, ആ മലയുടെ സൈഡിൽ. അങ്ങനെ നടന്ന് ഇവിടെ ഈ ഹോട്ടൽ സഭ ഇവിടെ ഒരു റൂം ചോദിച്ചു. നമസ്തേ. ഇവിടെ ഒരു റൂം ചോദിച്ചു. അപ്പോൾ റിസപ്ഷൻ ഇവിടെയാണ്. हेलो नमस्ते. നമസ്തേ. हो रहा है? ആ, അപ്പോൾ റിസപ്ഷനിൽ വന്നു. ഇവിടെ എല്ലാം മദ്യമൊക്കെ ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ നിന്ന് നേരെ റൂമിലോട്ട് പോവുകയാണ്. റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. റൂം കണ്ടിട്ട് വേണം. ഇവിടുത്തെ 400 രൂപയാണ് പറഞ്ഞത്. നോക്കട്ടെ, അതിൽ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് up. How many days? One. No, I don't know. ടോയ്ലറ്റ് കോമൺ ആണ്, അവിടെയാണ് ടോയ്ലറ്റ്. നീ തുറക്കാം ആദ്യം, നിന്ന് കാലം അഴയ്ക്കുക. इधर रूम का इधर वाईफाई डाइनिंग में इधर नहीं है. റൂമിൽ വൈഫൈ ഒന്നുമില്ല, താഴെ പോയി ഇരിക്കേണ്ട വരും. ടോയ്ലറ്റൊക്കെ യൂറോപ്യനാണ്. ടോയ്ലറ്റൊക്കെ കൊള്ളാം. നീ തുറക്ക്, കുറേ നേരമായി. തുറക്ക്. ഇതാണ് റൂം. ജനലിൽ കൂടെ നോക്കി എന്തോ കാണാൻ നോക്കട്ടെ. അങ്ങ് ദൂരെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട റൂം അത്ര ഒന്നാമത് ആൾ താമസമില്ല. നേരത്തെ കണ്ട റൂം പോലെയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നല്ല വ്യൂ ഉള്ള റൂം തരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും അങ്ങോട്ട് നല്ല വ്യൂ ആണ്. ഇത് അവിടെ നിന്ന് വന്ന് ഇവിടെ നോക്കിയാൽ ദൂതകോഷി നദി കണ്ടുറങ്ങാം. 2 സൈഡും ഗ്ലാസ് ആയതുകൊണ്ട് നല്ല തണുപ്പുമായിരിക്കും. ഇപ്പോൾ വീഡിയോ കഴിഞ്ഞില്ല, നമ്മൾ താഴെ പോയി കഴിക്കാൻ പോണൊക്കെ ഉണ്ട്. കിടക്കാൻ സമയമാകുമ്പോഴേ വീഡിയോ കഴിയുള്ളൂ. ഇനി പുറത്തോട്ടൊക്കെ ഇന്ന് ഇറങ്ങി കറങ്ങാനൊക്കെ ഉണ്ട്. നോക്കട്ടെ പുറത്തൊക്കെ എങ്ങനെയാണെന്ന്. ഇതാണ് റൂം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്.
കുറച്ച് ചൂട് കുറവുണ്ട്. റെഡി? അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒരു ഡാൽ ബാത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈസും കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ നല്ല ഇറക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കൊണ്ടുപോയിട്ട് അങ്ങനെ ഡാൽ ബാത്ത് കൊണ്ടുവന്നു. ഡാൽ ബാത്ത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് പരിപ്പ് കറി, ഉരുളക്കിഴങ്ങ്, പിന്നെ അവരെന്തോ കുറച്ച് ഇല, ഒരു പപ്പടമുണ്ട്, പിന്നെ ഇതെന്തോ ഒരു സോസ് അച്ചാർ പോലെ ഉണ്ട്. അപ്പോൾ പപ്പടമുണ്ട്. അപ്പോൾ ഇതാണ് ഡാൽ ബാത്ത്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭക്ഷണമെല്ലാം കഴിച്ച് പാത്രമെല്ലാം ഇതാ കൊണ്ടുപോണ്. ഡാൽ ബാത്ത് കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കിട്ടുള്ളൂ. ഇത് കഴിച്ചാലേ കുറച്ച് ആരോഗ്യം കിട്ടുള്ളൂ. വേറെ ഒന്നും കഴിക്കാതിരുന്നാൽ കുറേ നടക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നതിൽ നല്ല ഭക്ഷണം നോക്കി കഴിക്കണം. ഇന്നിത്തിരി നേരത്തെ ഉറങ്ങണം. എന്നിട്ട് രാവിലെ എണീറ്റ് പോകണം. 7 മണിക്ക് തന്നെ പോകണം. സാധാരണ 7 മണിക്കാണ് എണീക്കുന്നത്. 7-7:30 മണിയാകുമ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങി രാവിലെ പോകണം. അപ്പോൾ നാളെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.